പൊന്മാൻ, അതായത് മലയാളത്തിലെ വൺ എമംഗ് ദ ബെസ്റ്റ് സിനിമയാണ് പൊന്മാൻ. അത് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും അതിഗംഭീരം. മറ്റേ ആ പുള്ളിയുടെ പേര് അമ്പാൻ, സജിൻ ഗോപു അവതരിപ്പിച്ച കഥാപാത്രമൊക്കെ പക്ക. എന്താണ് ക്യാരക്ടർ പിടിച്ച് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്, പക്ക ക്യാരക്ടർ. പിന്നെ ബേസിലൊന്നും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ബേസിൽ നല്ല രീതിക്ക് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം. ശരിക്കും എന്താ കഥ എന്ന് വെച്ചാൽ കൊല്ലത്തിലുള്ള നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഈ ഇതുണ്ടല്ലോ, നമ്മൾ കല്യാണത്തിന് പണം കൊടുക്കുമല്ലോ, പൊന്ന് കൊടുക്കണം, അതാണ് പൊന്മാൻ. അപ്പോൾ ഈ പൊന്ന് ചിലപ്പോഴും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ജ്വല്ലറിക്കാർ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഡീലറാണ്. ജ്വല്ലറി നേരിട്ടല്ല, ജ്വല്ലറി മുഖേന ഒരു ഡീലറായിട്ടാണ് ബേസിൽ ജോസഫ് വരുന്നത്. അപ്പോൾ ബേസിൽ ജോസഫ് കുറച്ച് പൊന്ന് അവർക്ക് കൊടുക്കും വീട്ടുകാർക്ക്. അതായത് പൈസ വന്നിട്ട് അതിൻ്റെ പൊന്ന് എത്രയാണോ പൈസ കിട്ടിയ ആ പൊന്നെടുത്താൽ മതി. ആൾക്കാരുടെ മുമ്പിൽ നോക്കും പൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം പണയാണ്. അതായത് വീട്ടുകാർ വന്ന് പൈസയൊക്കെ കൊടുക്കുമല്ലോ, നമ്മൾ പൈസ നമ്മൾ വാങ്ങുമല്ലോ നടത്താൻ വേണ്ടിയിട്ട് കല്യാണം തന്നെ. ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അത്രയും പൊന്ന് കിട്ടും. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പാണ്. പക്ഷെ എന്തോ കൊണ്ട് അന്ന് വിചാരിച്ചത്ര ആൾക്കാർ വരില്ല. ഇനി പല കാരണങ്ങളിൽ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഈ പൊന്ന് എന്ത് ചെയ്യും, അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് വന്ന കല്യാണം വിടില്ല, അതിൻ്റെ തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ട് പൊന്ന് തിരിച്ചു കിട്ടില്ല. അപ്പോൾ പൊന്ന് തിരിച്ചു കിട്ടാണ്ട് ബേസിൽ ജോസഫിന് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അവൻ പറയും, എന്നെ മരിച്ചിട്ടാണെങ്കിൽ കൂടി പൊന്ന് ഞാൻ തിരിച്ചു കൊണ്ടു അല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൻ്റെ പൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ബേസിൽ ജോസഫ് നടത്തുന്ന ശ്രമമാണിത്. അതാണ് പൊന്മാൻ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇമോഷണൽ, നല്ല പക്ക ക്യാരക്ടേഴ്സും മറ്റേ ആക്ടിങ്ങും എല്ലാം കൊണ്ട് ബെസ്റ്റ് സിനിമയാണ്. നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു വൺ എമംഗ് ദ സിനിമകളായിരിക്കും. കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു ക്ലാസിക്കായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. നല്ല രീതിയിൽ ഇമോഷണലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ കമ്മിയായിട്ടൊക്കെ അഭിനയിക്കുന്നിടത്തുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു അടിമ, പുള്ളിയുടെ പേര് അതൊക്കെ പുള്ളിയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് അനുമോള് പേര് ഞാൻ മറന്നുപോയി. ആ ക്യാരക്ടർ അവിടെ കല്യാണ പെണ്ണായിട്ട് അഭിനയിക്കുന്ന പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ് മറ്റേ ആക്ടറായിട്ട് ബേസിൽ ജോസഫിൻ്റെ ഹെൽപ്പറായിട്ട് ഒരാൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, യേശു ക്രിസ്തുവായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, പേര് ഞാൻ ഓർക്കുന്നില്ല. ദീപക് നാറ്റാൻ തോന്നുന്നത്, മലർവാടിയിലൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളി നല്ല രീതിക്ക് ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണ്. ഒരു കേരളത്തിൻ്റെ ഒരു കഥ പറയുന്ന, പ്രാദേശികമായ കഥ പറയുന്ന ഒരു സിനിമയാണ് പൊന്മാൻ.